അപ്പോൾ വീണ്ടും നമുക്കൊരു അൾട്ടീസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് ഒരു 2008 മോഡൽ അൾട്ടീസാണ്. അപ്പോൾ പേരിന് 2008 ആണെങ്കിലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വർക്കുകളാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് കുറച്ചൊന്നുമല്ല, കുറച്ചധികം അപ്ഡേഷൻസ് ചെയ്യാനുണ്ട്. ഈ ഒരു വണ്ടി നമുക്ക് വയനാട് ഭാഗത്തു നിന്നൊരു വണ്ടിയാണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ കുറച്ചൊന്നുമല്ല, കുറച്ചധികം അപ്ഡേഷൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ 2008 വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് ടൈപ്പ് 1 ആണ്. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഫസ്റ്റ് ടൈം ഫേസ് ലിഫ്റ്റ് ആണ് ടൈപ്പ് 2ലേക്ക്. പിന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല, ഒരുപാട് ഐറ്റംസ്, കാരണം ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റുകൾ ഒരുപാട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫേസ് ലിഫ്റ്റിൻ്റെ കാര്യം. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ഈ വണ്ടി ഒരു ഫേസ് ലിഫ്റ്റാണ്. കാരണം 2008 വണ്ടി 2012-13 ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഫേസ് ലിഫ്റ്റിലേക്കാണ് ആദ്യം നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ബമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യും, ഗ്രില്ല് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ലോവർ ഗ്രില്ല്, ഫോഗിൻ്റെ കവർ, ഫോഗ് ലാമ്പ് പഴയത് നല്ലതാണെങ്കിൽ നമുക്ക് അത് തന്നെ മതി. അപ്പോൾ ഫ്രണ്ട് ലുക്കിൽ ഇത്രയും ചേഞ്ചസ് ആണ്. അതേപോലെ തന്നെ ഹെഡ് ലാമ്പും ചേഞ്ച് ചെയ്യണം, കാരണം ടൈപ്പ് 1ഉം ടൈപ്പ് 2ലും ഹെഡ് ലാമ്പിൻ്റെ ഷേപ്പിൽ ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ സ്റ്റോക്ക് ഹെഡ് ലാമ്പ് അല്ല, നമുക്ക് സ്റ്റോക്ക് ഹെഡ് ലാമ്പ് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു വണ്ടിയിൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആ ഒരു നൈക്ക് എഡിഷൻ പോലെയുള്ള ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് വെച്ചിട്ടാണ് ഈ ഒരു വണ്ടി നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ കളറാണ്. കാരണം വണ്ടി ഓൾറെഡി നമുക്കൊരു ഐസ് ബ്ലൂ കളറാണ്. അപ്പോൾ ഈ ഒരു കളറിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഒരു സിൽവർ മെറ്റാലിക് പോലുള്ള കളറിലേക്കാണ് നമ്മളൊരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ടൈം. അതേപോലെ തന്നെ നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ എലോയ്സ്, നമ്മൾ ആ ഒരു സ്റ്റോക്ക് എലോയ്സ് ആണ് വണ്ടിയിൽ നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു എലോയ്സ് നമ്മൾ മാറിയിട്ട്, കാരണം 15 ഇഞ്ചിലെ സ്റ്റോക്ക് എലോയ്സ് ആണ്, ഇത് മാറിയിട്ട് നമ്മൾ 17 ഇഞ്ചിൻ്റെ എലോയ്സ് നമ്മളൊരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതുപോലെ സൈഡ് ബീഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡോർ ഹാൻഡിൽ നിലവിൽ ക്രോമിലാണ്. മേ ബി ചിലപ്പോൾ നമ്മളത് ആ ഒരു ബോഡി കളറിലേക്ക് ജോയിൻറ്റ് ചെയ്യുന്നതാണ്. പിന്നീട് ബാക്ക് പോർഷനിൽ വരികയാണെങ്കിൽ ബാക്കിൽ വീലിലെ ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അതേപോലെ അലോയ്സ് ഇടുന്ന സമയത്ത് നമ്മൾ കാലിബർ, നമ്മൾ ചിലപ്പോൾ ബ്രംബോൻ്റെ കാലിബർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ദെൻ ഫൈനലി നമ്മൾ റിയറാണ്. റിയറിൽ നോക്കുമ്പോൾ റിയർ ബമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യും, കാരണം ടൈപ്പ് 2ൽ വരുമ്പോൾ റിയർ ബമ്പറിൽ ചെറിയ മാറ്റമുണ്ട്. അതേപോലെ ഈ ഒരു റിഫ്ലക്ടർ കണ്ടോ, ഈ ഒരു റിഫ്ലക്ടറിലും ചെറിയ മാറ്റമുണ്ട്. ഇതൊരു റൗണ്ട് ആണെങ്കിൽ നമുക്കൊരു നൈസായിട്ടുള്ള സ്ക്വയറിഷ് ടൈപ്പിലുള്ള ഒരു റിഫ്ലക്ടറാണ് നമുക്ക് ടൈപ്പ് 2ൻ്റെ ബമ്പറിൽ വരുന്നത്. അതേപോലെ ഈ ഒരു പോർഷനിലും ചെറിയൊരു ഷേപ്പിൽ മാറ്റമുണ്ട്. പിന്നീട് ഉള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ്. ഇത് ടൈപ്പ് 1ൽ നമുക്ക് ഇതൊരു കട്ടിങ് വരുന്നുണ്ട്. ടൈപ്പ് 2ലാകുമ്പോൾ ഒരു കട്ടിങ് ഇല്ല, ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടാണ് പോകുന്നത്. പീസസ് നോക്കുമ്പോൾ 4 പീസ് തന്നെയാണ്, കാരണം ഈ ഒരു ലുക്ക് തന്നെയാണ്. അതേപോലെ ഇത് കുറച്ചും കൂടി ഇറങ്ങി നിൽക്കും, ഈ ഒരു പോർഷനിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ടൈൽ ലാമ്പ് യൂണിറ്റാണ് ടൈപ്പ് 2ന് വരുന്നത്. അപ്പോൾ ടൈൽ ലാമ്പ് നമ്മൾ സ്റ്റോക്ക് ടൈൽ ലാമ്പ് യൂണിറ്റ് അല്ല ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ടൈൽ ലാമ്പ് യൂണിറ്റാണ് നമ്മളൊരു വണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ദെൻ ഫൈനലി നമ്മൾ റിയർ ഡിക്കി ഗാർണിഷാണ്. ടൈപ്പ് 1ൽ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഡിക്കി ഗാർണിഷാണ് ഇതിൽ വരുന്നത്. പക്ഷേ ടൈപ്പ് 2ലാകുമ്പോൾ കുറച്ചും കൂടി ലെങ്തി ഉള്ള, അല്ലെങ്കിൽ ഒന്നുകൂടെ ലോങ് ആയിട്ടുള്ള ആ ഒരു ഡിക്കി ഗാർണിഷാണ് നമുക്ക് ടൈപ്പ് 2ൽ വരുന്നത്. അതേപോലെ തന്നെ സ്പോയിലർ, മേ ബി ചിലപ്പോൾ നമ്മളൊരു റിയർ സ്പോയിലർ അത് ഓവർ ബൾജായിട്ട് നിൽക്കാതെ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പിലുള്ള റിയർ സ്പോയിലറും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇൻറ്റീരിയറാണ് കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയറിൽ നോക്കുമ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലും കുറച്ചധികം മാറ്റങ്ങളുണ്ട്. കാരണം ഔട്ട്സൈഡിൽ ടൈപ്പ് 2 ആക്കുന്ന അതേപോലെ തന്നെ ഇൻറ്റീരിയറിൽ നമ്മൾ ടൈപ്പ് 2 കൺവേർഷൻ അല്ല കേട്ടോ. ഇൻറ്റീരിയറിൽ കുറച്ചധികം കസ്റ്റം വർക്ക്സ് ആണ്. മെയിൻലി നമ്മൾ സീറ്റാണ്. നമ്മൾ ഈ ഒരു സീറ്റ് നോർമലുള്ള ഒരു സീറ്റാണ്. കാരണം ഈ വണ്ടിൻ്റെ നീറ്റ് അത്രത്തോളം നീറ്റുള്ള വണ്ടി, 2008 വണ്ടി അത് കണ്ടാൽ പറയില്ല, അത്രയ്ക്ക് നീറ്റാണ് എക്സ്റ്റീരിയറും അതേപോലെ ഇൻറ്റീരിയറും. അപ്പോൾ സീറ്റ് കണ്ടോ, അന്നത്തെ ആ ഒരു സ്റ്റോക്ക് ലെവലുള്ള സീറ്റ്സ് അതേപോലത്തെ ഇതിലുണ്ട്. അപ്പോൾ സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്യുന്നുണ്ട്, കാരണം തൈ സപ്പോർട്ടും വിങ് സപ്പോർട്ടും കൊടുത്തിട്ട് സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് നമ്മൾ കളർ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. റൂഫ് നമ്മൾ ക്ലോത്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡാഷ്ബോർഡ് കണ്ട മിക്ക അൾട്ടീസിലുള്ളൊരു പ്രശ്നമാണ് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ക്രാക്ക് കണ്ടോ, ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ക്രാക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ എൻഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡ് കംപ്ലീറ്റ് നമുക്ക് റീസ്റ്റോർ ചെയ്യണം, ലെതർ റാപ്പ് ചെയ്യണം. പിന്നെ സ്റ്റീരിയോ, ചിലപ്പോൾ നമ്മൾ സ്റ്റീരിയോ മാറ്റിയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്യും.
സ്റ്റിയറിംഗ് ഓൾറെഡി ഫുൾ ഓപ്ഷന്, കാരണം ആ ഒരു സമയത്തുള്ള ഫുൾ ഓപ്ഷൻ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മാറ്റുന്നില്ല. കാരണം സ്റ്റിയറിംഗ് ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്റ്റിയറിംഗ് രണ്ടാമത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് എന്തായാലും മാറ്റുന്നില്ല. ഗിയർ ബൂട്ട് മാറ്റുന്നുണ്ട്. അതേപോലെ കൺസോൾ ടോപ്പിൻ്റെ ഈ ഒരു ലെതറും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ കംപ്ലീറ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന നമ്മൾ ആദ്യം പറഞ്ഞു. അതേപോലെ ഈ ഒരു പോർഷൻ മേ ബി ചിലപ്പോൾ നമ്മൾ കാർബൺ ഡിപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഫ്ലോർ മാറ്റ് നിലവിലുള്ളത് ആ ഒരു PVC ഫ്ലോർ മാറ്റാണ്. അപ്പോൾ അതും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു വണ്ടിയിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലിയർ. കാരണം നിങ്ങൾക്ക് വീട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത്യാവശ്യം എന്നല്ല ഒരു 95% നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ വർക്കുകളാണ് കേട്ടോ. അത് എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും. അപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞ വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ ഫേസ് ലിഫ്റ്റ് ആണ്. അപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് തന്നെ നമ്മൾ ഹെഡ് ലാമ്പും ടൈൽ ലാമ്പും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡും ടൈലാണ് നമ്മൾ ചെയ്തത്. ഇൻറ്റീരിയർ കംപ്ലീറ്റ് ബോഡി നമ്മൾ കംപ്ലീറ്റ് കളർ അപ്ഡേഷൻ ഉണ്ട്. അതേപോലെ ഇൻറ്റീരിയർ നമ്മൾ കളർ ചേഞ്ചിങ് ഉണ്ട്. അപ്പോൾ സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്യുന്നുണ്ട്. അതേപോലെ ടിൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്തായാലും നമുക്കൊരു 1 മാസം മുതൽ 1.5 മാസം വരെയുള്ളൊരു ടൈം പീരീഡിലാണ് നമ്മളിതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിലും അതേപോലെ F1 മോട്ടോർസ്പോർട്സ് എന്നുള്ള നമ്മളെ ഇൻസ്റ്റ ഐഡിയിലും വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ദയവായിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മളെ ഇൻസ്റ്റ ഐഡിയൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ഓൾ.